കിച്ചൺ സാഹസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രെപ്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു പാൻ കേക്ക് തന്നെയാണ് ഈ ക്രെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ഡിഷ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല കളർഫുള്ളാക്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരിത് പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്രെപ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്രേപ്പിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 2 മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബട്ടർ എപ്പോഴും മെൽറ്റ് ചെയ്ത ബട്ടർ തന്നെ ചേർക്കണം. മെൽറ്റ് ചെയ്യാത്ത ബട്ടറാണെങ്കിൽ നമ്മുടെ ബാറ്ററിനകത്തത് മിക്സായിട്ട് കിട്ടത്തില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 1 കപ്പ് മൈദയിൽ 1 പിഞ്ച് സോൾട്ടും 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. നമുക്ക് കുറച്ച് തിന്നായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവുമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇത് നമ്മൾ അടച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് ക്രെപ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ക്രെപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു അയൺ തവ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇത്തിരി ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ തന്നെയാണ് നല്ലത്. ഓയിലാണെങ്കിൽ അത്ര രുചി ഉണ്ടായിരിക്കത്തില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഒരു തവി ഇതിൻ്റെത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു ചെറിയ തവി മതിയായിരിക്കും. നല്ല തിൻ ബാറ്ററാണിത്. ഇനി ഇത് പെട്ടെന്ന് തന്നെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. എല്ലാ സൈഡിലും സ്പ്രെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തിന്നായിട്ട് വരണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ബാറ്ററി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്പ്രെഡായിട്ട് കിട്ടത്തില്ല. അതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. വളരെ തിന്നായതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ചെറുതായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും ചെറുതായിട്ട് 2 സൈഡിലും ഇങ്ങനെ ബ്രൗൺ സ്പോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഇത് റെഡി ആയിന്നാണ്. അപ്പോൾ നമുക്കിതിനെ എടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ക്രെപ്സും നമുക്ക് ചുട്ടെടുക്കാം. ക്രെപ്സ് എല്ലാം അപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബാറ്റർ വെച്ചിട്ട് 12 ക്രെപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫില്ലിങ് ചെയ്യണം. ആദ്യം വളരെ ഈസി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ന്യൂട്ടല്ലയും അതുപോലെ തന്നെ ബനാന മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ന്യൂട്ടല്ലയ്ക്ക് പകരം ചോക്ലേറ്റ് സോസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബനാനയ്ക്ക് പകരം സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിൻ്റെത്തേക്ക് എടുക്കാം. ഇതൊരു നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു കോമ്പിനേഷനാണ് ഇത് രണ്ടും. ചോക്ലേറ്റ് സോസും ഈ സെയിം ടേസ്റ്റ് തന്നെ വരും. ഇതിനെ ഇങ്ങനെ ഒരു സൈഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മുറിച്ച് വെച്ച ബനാന ഇതിൻ്റെത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ ന്യൂട്ടല്ലയുടെ കൂടെ എനിക്ക് തോന്നുന്നു സ്ട്രോബെറിയൊക്കെ ടേസ്റ്റ് ഈ ബനാന വെച്ച് കൊടുക്കുന്നതിന് തന്നെയാണ്.
ഇനി ഇതിനെ ഇങ്ങനെ 4ആയിട്ട് മടക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിതിനെ റോൾ ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ബനാന വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കെടുക്കാം. രണ്ടാമത് ചെയ്യാൻ പോകുന്ന ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷ് എടുത്തിട്ടുണ്ട്. ഇത് ക്രീം ചീസിനകത്ത് കുറച്ച് ഷുഗർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, പൗഡേർഡ് ഷുഗർ. ചീസ് കേക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫില്ലിങ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഒരു ക്രെപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ക്രീം ചീസ് ഒരു സൈഡിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇത് ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തരാൻ വേണ്ടി 2 ഫില്ലിങ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ സ്ട്രോബെറി ക്രഷ് ഇട്ട് കൊടുക്കാം. സ്ട്രോബെറി ക്രഷിന് അത്യാവശ്യം നല്ല ഷുഗർ ഉണ്ടായിരിക്കും, അപ്പോൾ ക്രീം ചീസിനകത്ത് ഷുഗർ ചേർക്കുമ്പോൾ അത് കുറച്ച് ചേർത്താൽ മതിയായിരിക്കും. നിങ്ങൾക്ക് ഫ്രഷ് സ്ട്രോബെറി കിട്ടാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഫ്രഷായിട്ട് സ്ട്രോബെറി ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഇനി ഇതിനെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഈ 2 ഫില്ലിങ്ങും ചെയ്യാനായിട്ട് പറ്റും. ഇനിയും നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഫില്ലിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. താങ്ക്